മലയാളി തൻ്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു. സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു. ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ സ്ക്രീനിലും ജീവിതത്തിലും ചിരിച്ചും രസിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. വൈകാരികമായ ഈ കുറിപ്പാണ് മോഹൻലാൽ ഫേസ്ബുക്കിലിട്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം മോഹൻലാലിനെ പോലും കളിയാക്കിക്കൊണ്ട് സിനിമ രചിച്ചിട്ടുള്ള ആളാണ്. അത്രത്തോളം അതിനുള്ള അവകാശമുള്ള ആളാണ് അദ്ദേഹത്തിന്. അതുമായി ബന്ധപ്പെട്ട് മോഹൻലാലോടൊക്കെ പല അഭിമുഖങ്ങളിലും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അത് അയാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മോഹൻലാൽ ചെയ്തത്. മമ്മൂട്ടിയോടും പിണങ്ങിയ ശ്രീനിവാസനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ വ്യക്തിപരമായ സൗഹൃദങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലും അത് ഇടയാക്കിയിട്ടില്ല എന്നുള്ളത് പല അഭിമുഖങ്ങളിലും ഈ മൂന്ന് പേരും മാറി മാറി പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലും ശ്രീനിവാസനും ചേർന്ന ദാസനും വിജയനും എന്ന കൂട്ടുകെട്ട് മലയാള സിനിമയിൽ എത്രയോ വലിയ ഹിറ്റുകളുടെ ഒരു ഹിറ്റായൊരു കൂട്ടുകെട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങനെയൊരു രണ്ട് നടന്മാർ, ഇത്തരത്തിൽ അഭിനയിക്കുന്ന രണ്ട് നടന്മാർ സഹകഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, പരസ്പരം കുറ്റപ്പെടുത്തിയും പിണങ്ങിയും ഇണങ്ങിയുമുള്ള കഥാപാത്രം ഇത്രത്തോളം ഹിറ്റായൊരു കഥാപാത്രങ്ങൾ ഉണ്ടായോ എന്ന് സംശയമാണ്. തൊഴിലില്ലാത്ത യുവാക്കളുടെയും സാധാരണക്കാരൻ്റെയും ദൈന്യതയെ ഇത്രത്തോളം ഹാസ്യാത്മകമായി അവതരിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനില്ല. സന്ദേശം എന്ന ഒരൊറ്റ ചിത്രം മതി രാഷ്ട്രീയക്കാരെയും പാർട്ടി അന്ധവിശ്വാസങ്ങളെയും നഖശികാന്തമെതിർത്ത ശ്രീനിവാസൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകനെ തിരിച്ചറിയാൻ. അങ്ങനെ രാഷ്ട്രീയത്തിലെ വളരെ കൃത്യമായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ശ്രീനിവാസൻ്റെ തിരക്കഥകൾ, സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ. നമുക്കറിയാം, വരവേൽപ്പ് എന്ന സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. കാരണം ഗൾഫിൽ നിന്ന് തൻ്റെ അത്യധ്വാനത്തിലൂടെ പണം സമ്പാദിച്ച് നാട്ടിലെത്തി ഒരു ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കഥാപാത്രത്തിൻ്റെ ചേട്ടന്മാർ തമ്മിൽ മത്സരമാണ്. ഒരാൾ എക്സൈസ്, അതായത് കോൺട്രാക്ടറാണ്, അയാളൊരു ഷാപ്പ് കച്ചവടക്കാരനാണ്, കള്ള് കച്ചവടക്കാരനാണ്. അയാൾക്കൊപ്പം ചേരാൻ അയാൾ നിർബന്ധിക്കുന്നു. മറ്റൊരാൾ പറയുന്നു തനിക്ക് ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു. ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ മുൻപിലേക്ക് ഒരു ബസ് മുതലാളിയുടെ രൂപത്തിൽ കാര്യങ്ങൾ കടന്നു വരികയാണ്. പിന്നെ ഒരു ബസ് വാങ്ങുന്നു. ഒരു ബസ് മുതലാളി, ഒരു ഗൾഫുകാരൻ, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ മുടക്കി ബിസിനസ് തുടങ്ങുന്നു. അതിവിടുത്തെ യൂണിയൻകാരുടെയും തൊഴിലാളി വർഗങ്ങളുടെയും കാര്യങ്ങൾ കൊണ്ട്, അവരുടെ പ്രവർത്തികൾ കൊണ്ട് ആ മുതലാളി എങ്ങനെ വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് തനിക്ക് ജീവിക്കാനായി മടങ്ങേണ്ടി വരുന്നു എന്നുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണിച്ചു തന്ന, വരച്ചു കാട്ടുന്ന, ദൃശ്യ അഭ്രപാളികളിൽ കാട്ടുന്ന ഒരു സിനിമയാണ് വരവേൽപ്പ്. അങ്ങനെ ഉള്ള എത്രയോ സിനിമകൾ, എത്ര സിനിമകൾ. സന്ദേശം എന്ന സിനിമ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ, ആ തരത്തിൽ രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകളെ ഒരുപോലെ എടുത്തു കാണിച്ച ഒരു സിനിമ കൂടിയാണ്. നമുക്കൊരു പക്ഷേ സന്ദേശത്തെ ആ തരത്തിൽ തന്നെ കാണണം. സന്ദേശം എന്ന സിനിമ പിന്നീടും ഇപ്പോഴും കാലിക പ്രസക്തമായി തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഓർക്കണം. ശ്രീനിവാസൻ തിരക്കഥാകൃത്തിൻ്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ച, നിരീക്ഷണ പാടവം അതിൻ്റെ പൂർണ്ണതയിലെത്തിയ സത്യനന്ദിക്കാടിൻ്റെ ഈ ചിത്രത്തിലൂടെ തന്നെയാണ്, സംശയമില്ല. സത്യനന്ദിക്കാടിൻ്റെ സംവിധാന മികവ് അതിന് വലിയ കാരണമായി എങ്കിൽ പോലും ശ്രീനിവാസൻ്റെ തിരക്കഥ അത് വളരെ കൃത്യമായി തന്നെ മലയാളി മനസ്സുകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങി. യശ്വന്ത് സഹായ്ജിയുടെ നാരിയൽ കാ പാനി എന്ന പ്രയോഗം മലയാളിയുടെ രാഷ്ട്രീയ അസംബന്ധങ്ങളെ പരിഹസിക്കാൻ ശ്രീനിവാസൻ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള ഒരായുധമായിരുന്നു. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ ഇന്നസെൻ്റാണ്. ഇന്നസെൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രം എന്നതിനെ വിശേഷിപ്പിക്കാം. ഹിന്ദിക്കാരനായ യശ്വന്ത് സഹായ്ജി ഇവിടെ വരുന്നു, നാരിയൽ കാ പാനി ആവശ്യപ്പെടുന്നു. പാവം ഹിന്ദി അറിയാൻ വയ്യാത്ത പ്രവർത്തകർ പലതരത്തിൽ ഇതെന്താണെന്ന് അന്വേഷിക്കുന്നു. പിന്നീട് ഈ നാരിയൽ കാ പാനി തേടിയുള്ള തെങ്ങുകയറ്റമൊക്കെ എത്ര ഹാസ്യാത്മകമായാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. അത് നമുക്കറിയാം. CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന ശ്രീനിവാസൻ, തൊട്ടപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജയറാം എന്ന കഥാപാത്രം, തിലകൻ്റെ 2 മക്കളാണ്. ഇവരൊക്കെ അന്ന് കോൺഗ്രസ്സിലെ പുഴുക്കുത്തുകൾ, CPMലെ ആശയദാരിദ്ര്യം, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീനിവാസൻ കണ്ടെത്തിയ ടൂൾസായിരുന്നു ഈ യശ്വന്ത് സഹായിയെ പോലെയുള്ള നാരിയൽ കാ പാനി പ്രയോഗവുമായി വരുന്ന കഥാപാത്രം. നമുക്കറിയാം, ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അന്നൊക്കെ ഉണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഗ്രൂപ്പിസവുമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. കരുണാകരൻ്റെയും ആൻ്റണിയുടെയും ഒക്കെ പ്രതാപകാലത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിനെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല.
നാരിയലിനെ സ്ത്രീയായി തെറ്റിദ്ധരിച്ച് നടത്തുന്ന തർജ്ജമകൾ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഇന്നും മലയാളികൾ പൊട്ടിച്ചിരിയോടുകൂടിയാണ് കാണുന്നത് എന്നത് കൂടി ഓർക്കണം. സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വളരെ ഗൗരവതരമായ നിരവധി വിഷയങ്ങളെ ആ തരത്തിൽ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച് മലയാളികളുടെ മനസ്സിലേക്ക്, കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് അത്രത്തോളം ആഴത്തിൽ പതിപ്പിച്ചു ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് ഒരു തുള്ളി ഇളനീറിന് വേണ്ടി നെട്ടോട്ടമോടുന്ന അണികളുടെ അവസ്ഥ അത് ഏറെ പ്രതീകാത്മകമായി അവതരിപ്പിച്ച ഒരാൾ കൂടിയാണ് ശ്രീനിവാസൻ. മറ്റൊന്ന്, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന ഡയലോഗ്. പോളണ്ട് എന്ന രാജ്യവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധം നമുക്കറിയാം. അവിടെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന ശ്രീനിവാസൻ്റെ ഡയലോഗ് എത്ര ചിരിച്ചു മറിഞ്ഞാണ് മലയാളികൾ കേട്ടത്. അത് ഒരുപക്ഷെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കാൻ, അല്ലെങ്കിൽ അവരുടെ തത്വാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ജനത്തിന് മനസ്സിലാകാത്ത വിധമുള്ള ഏറ്റവും ഒടുവിൽ ഉണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പോലും എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറയൂ എന്ന ബോബി കൊട്ടാരക്കര ഡയലോഗ്, അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ എന്ന് കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യരോട് പറയുന്ന ബോബി കൊട്ടാരക്കരുടെ കഥാപാത്രം